ട്രാഫോർഡിലെ ഗാലറിയിലെത്തിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ ഒരു നിമിഷം പഴയകാല ഓർമ്മകളിലേക്ക് സഞ്ചരിച്ച് കാണും. അലക്സ് ഫെർഗൂസൺ യുഗത്തിലെ ആ പ്രതാപകാലത്തേക്ക്, ചുവന്ന ജഗത്താന്മാരുടെ ആ ഭൂതകാല സ്മരണകളിലേക്ക് കാണികളെ കൊണ്ടെത്തിച്ച സംഭവം എന്താണ്? ഇന്റർനാഷണൽ ഡ്യൂട്ടിക്കായി താരങ്ങൾ മടങ്ങിയ വേളയിൽ പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്ക് അവധി നൽകിയ ഈ വീക്കെൻഡിൽ യുണൈറ്റഡ് തട്ടകത്തിൽ എന്താണ് സംഭവിച്ചത്? ജീവകാരുണ്യ ഫണ്ട് സമാഹരണാർത്ഥം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻസ്, സെൽറ്റിക് ലെജൻസ് ടീമുകൾ ഏറ്റുമുട്ടുന്നു. ഓർമ്മകൾ ഇരമ്പുന്ന മൈതാനത്ത് പഴയ പുലികളെല്ലാം വീണ്ടും കളത്തിൽ. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ഒരാളിൽ, വെയ്ൻ മാർക്ക് റൂണി. ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡിന്റെയും ലെജൻഡറി ഫുട്ബോളർ 38-ാം വയസ്സിൽ ഓൾഡ് ട്രാഫോർഡിൽ പന്ത് തട്ടുമ്പോൾ പ്രായം അയാളെ തളർത്തിയിരുന്നു. പടയ വേഗതയിൽ ഗ്രൗണ്ടിലൂടെ കുതിക്കാനായില്ലെങ്കിലും ഡ്രിബ്ലിങ്ങും ചടുല നീക്കങ്ങളുമായി പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ആരാധകർക്ക് കാണാനായി. എന്നാൽ തന്റെ ക്ലാസ് എന്താണെന്ന് അധികം വൈകാതെ അയാൾ തെളിയിച്ചു. ആദ്യ പകുതിയിൽ യുണൈറ്റഡിന് അനുകൂലമായി ബോക്സിന് തൊട്ടുപുറത്ത് നിന്ന് ലഭിച്ച ഫ്രീ കിക്കെടുക്കാനെത്തിയത് വെയ്ൻ റൂണി. പ്രീമിയർ ലീഗിൽ ഒട്ടേറെ തവണ ഇതേ പൊസിഷനിൽ നിന്ന് അയാളുടെ ഷോട്ടുകൾ ഗോൾ വലയെ ചുംബിക്കുന്നത് ആരാധകർ നിരവധി തവണ കണ്ടതാണ്. വീണ്ടും ഒരു അവസരം. സ്വതസിദ്ധമായ ശൈലിയിൽ പിറകിൽ നിന്ന് ഓടിയെത്തി വലതുകാല കൊണ്ട് അളന്നു മുറിച്ചുതിർത്ത ഷോട്ട് സെൽറ്റിക് പ്രതിരോധ മതിലിന് മുകളിലൂടെ പോസ്റ്റിന്റെ വലതുമൂലയിൽ തുളഞ്ഞു കയറി. ഗോൾ കീപ്പർക്ക് കാഴ്ചക്കാരനാകാനേ കഴിഞ്ഞുള്ളൂ. സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഇങ്ങനെ കുറിച്ചു: ക്ലാസ് ഈസ് പെർമനന്റ്, വിന്റേജ് റൂണി ബാക്ക്. 2004-ൽ യുണൈറ്റഡിനായി ഇറങ്ങേറിയ ആ പയ്യനെ പോലെ അയാൾ ഓൾഡ് ട്രാഫോർഡിലെ ഗോൾ മതിമറന്ന് ആഘോഷിച്ചു. മറ്റൊരു കൗതുകം കൂടി ഉണ്ടായിരുന്നു ആ ഗോളിന്. 2 വർഷങ്ങൾക്കിപ്പുറം ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുപ്പായത്തിൽ പിറന്ന ഫ്രീ കിക്ക് ഗോൾ. അൽ നസർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അവസാനമായി ക്ലബിനായി ഫ്രീ കിക്ക് ഗോൾ നേടിയത്. അതിനുശേഷം ആരാധകർക്ക് ഒരു ഗോൾ കാണാൻ റൂണി വീണ്ടും മൈതാനത്തിറങ്ങേണ്ടി വന്നു. സമൂഹ മാധ്യമങ്ങളിൽ മനോഹര ഫ്രീ കിക്ക് ഗോൾ തരംഗമായതോടെ ആരാധകരും താരത്തിന് നന്ദി പറഞ്ഞ് രംഗത്തെത്തി. മത്സരത്തിൽ യുണൈറ്റഡിനെ സെൽറ്റിക് ലെജൻസ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയെങ്കിലും ആ ഫ്രീ കിക്ക് ഗോൾ ഇതിഹാസത്തെ അടയാളപ്പെടുത്തുന്നതായി. ആന്റോണിയോ വലൻസിയ, പോൾ സ്കോൾസ്, ഡാനി സിംസൺ, മൈക്കിൾ കാരിക്, ഡാരൻ ഫ്ലെച്ചർ, മൈക്കിൾ സിൽവസ്റ്റർ ഇതിഹാസ താരങ്ങളുടെ നീണ്ട നിരയാണ് ചാരിറ്റി മാച്ചിൽ കളത്തിലിറങ്ങിയത്. നിലവിൽ പ്ലേമൗത്ത് ആർഗിയിൽ ഫുട്ബോൾ ക്ലബിന്റെ പരിശീലകനാണ് റൂണി. 2003-ൽ തന്റെ 17-ാം വയസ്സിൽ ദേശീയ ടീമിൽ ഇടം പിടിച്ച റൂണി രാജ്യത്തിനായി ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമായിരുന്നു. ഇംഗ്ലീഷ് ഫുട്ബോൾ ടീം മുൻ നായകനായ താരം 120 മത്സരങ്ങളിൽ നിന്നായി 53 ഗോളുകൾ അടിച്ചുകൂട്ടിയിട്ടുണ്ട്. 2004-ൽ റെക്കോർഡ് തുകക്ക് എവേർട്ടണിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയ റൂണി ക്ലബിനൊപ്പം പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് അടക്കം 16 ട്രോഫികൾ തന്റെ ഷെൽഫിലെത്തിച്ചു. റെഡ് ഡെവിൾസിന്റെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ ഈ ഇംഗ്ലീഷ് താരം എല്ലാ മത്സരങ്ങളിൽ നിന്നുമായി 253 ഗോളാണ് ക്ലബിനായി സ്കോർ ചെയ്തത്. 2018-ൽ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു.